അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നോക്കുക, മോളാർ ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് മിക്സ്. നമുക്കൊരു സാധനത്തിന് മോളാർ ഹീറ്റ് കപ്പാസിറ്റി നടത്താൻ CV=dQ/dt എന്നൊക്കെ അറിയാം. പക്ഷേ 2-3 ഗ്യാസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല, നമുക്ക് ഏത് CV എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. സോ അത് കണ്ടെത്തണമെങ്കിൽ എന്താ മെത്തേഡ് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ വെച്ചാൽ ഈ പറഞ്ഞ 2 ഗ്യാസും മിക്സ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു എന്തോ പർട്ടിക്കുലർ ഗ്യാസ് ഉണ്ട്, N1+N2 ഗ്യാസ്. സോ ഇവരുടെ ഇൻറ്റേർണൽ എനർജി തന്നെയായിരിക്കും ഇവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്, കാരണം ഒരു ഗ്യാസ് തന്നെയല്ലേ. സോ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇൻ ദിസ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെൽറ്റ U = N ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ദാറ്റ് ഈസ് N1 CV1 ഡെൽറ്റ T പ്ലസ് ഇയാൾ ഇനി ഇൻറ്റേർണൽ ചേഞ്ച് ദാറ്റ് ഈസ് N2 CV2 ഡെൽറ്റ T. ഓക്കെ, ടോട്ടൽ = N1 + N2 ടോട്ടൽ ഗ്യാസ് ആക്കിയിട്ട് എഴുതി ഒരു ഗ്യാസിൻ്റെ തന്നെ ഇൻറ്റു CV നെറ്റ് അത് അറിഞ്ഞുകൂടാ ഇൻറ്റു ഡെൽറ്റ T. ഡെൽറ്റ T എല്ലായിടത്തും കോമൺ ആണ്, അത് ക്യാൻസൽ കാരണം ഒരു കണ്ടെയ്നർ ഒരേ ടെമ്പറേച്ചർ ഡിഫറൻസ് കറക്റ്റ്. And we could say that CV net is equal to N1 CV1 plus N2 CV2 divided by N1 plus N2, that is equal to summation of Ni CVi whole divided by summation of Ni. ഇതാണ് എന്ത് CV net of a gas mixture എന്ന് നമുക്ക് പറയാൻ പറ്റും. കറക്റ്റ്, വളരെ സിമ്പിളാണിത്. CP net ആണെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ കൊടുത്താൽ മതി. N ഇൻറ്റു ഫസ്റ്റ് N എത്ര മോൾസ് ഉണ്ട് ഇൻറ്റു അതിൻ്റെ CV ഇൻറ്റു അതിൻ്റെ CV അതിൻ്റെ CV. എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. 3 moles of H2. അപ്പോൾ H2 ഡയോട്ടോമിക് ആണ്. ഡയോട്ടോമിക്കിൻ്റെ CV എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 5/2 ആണ്. സോ 3 × 5/2 പ്ലസ് ഇയാൾ മോണോട്ടോമിക് ദാറ്റ് ഈസ് 2 × 3/2 ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് 5. സോ 15 6 21 ഡിവൈഡഡ് ബൈ 10 6 മറന്നുപോയി. ഓക്കെ 6. ഇതാണ് നമ്മുടെ CP കിട്ടണമെങ്കിൽ വളരെ സിമ്പിളായി നടത്താൻ പറ്റും. ഇനി ഗാമ മിക്സ്, ഗാമ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിസൺ റേഷ്യോയുടെ മിക്സ്, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കൊരു കാര്യം അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ CV = R / Γ-1 എന്നുള്ളൊരു ഇൻഫർമേഷൻ അറിയാം അല്ലേ. ഇവിടെ കാണുന്ന CVയുടെ സ്ഥലത്തൊക്കെ R- Γ-1 ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഗാമയുടെ ഒരു സംഭവം കിട്ടും, ഗാമയുടെ ഒരു ഇക്വേഷൻ കിട്ടും. പക്ഷേ അതിനേക്കാളും നല്ല വെച്ചാൽ CV കണ്ടെത്താൻ ആദ്യം CV മിക്സ് കണ്ടെത്താം, എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് CV മിക്സ് അല്ലെ CV നെറ്റ് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് Γ-1 കിട്ടുന്നതാണ് ലാഭം, ഗാമ കിട്ടുന്നതാണ് ലാഭം എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തെന്ന് ക്വസ്റ്റ്യൻ ഗ്യാസ് AS എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഗിവൺ എ ടോട്ടൽ നെറ്റ് 21/R ആണ്. എന്ത് CV മിക്സ് 21/R ആണ്. CV മിക്സ് 21/R. 21/10 × R is equal to 3 × അതിൻ്റെ CV അറിഞ്ഞൂടാ, അതാണ് ചോദിക്കുന്നത്, ഇൻറ്റു 2 × ഹീലിയം ഗ്യാസിൻ്റെ CV എത്രയാണ്, ഹീലിയം ഗ്യാസ് മോണോട്ടോമിക് ദാറ്റ് മീൻസ് 3/2 R. സോ ഇത് പോയി. സോ 3R. ഓക്കെ, ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് 5. സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്നേരം CV ടിക്കാൻ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് എ ഡയോട്ടോമിക് എന്ന് ഒറ്റയടി കിട്ടും. ഓക്കെ, ഒരു അഡ്വാൻസ് ക്വസ്റ്റ്യൻ ചോദിച്ച ചോദ്യമാണ്. 2 moles ഓഫ് ഈ പറഞ്ഞ യുറേനിയം ഡീക്ക് ചെയ്തിട്ട് നമുക്ക് ലെഡിലേക്ക് മാറുന്നുണ്ട്. അപ്പം ആദ്യം ഒന്നാമത്തെ കാര്യം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഹീലിയം ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അത് 3 mole ഓക്സിജനും 1 mole നിയോണും ആയിട്ട് വരുന്നുണ്ട്. അന്നേരം വാട്ട് വുഡ് ബി ദ റിസൾട്ടൻറ്റ് CV, CP ആൻഡ് ഗാമ ഓഫ് ദിസ് ഗ്യാസസ് മിക്സ്ചർ. CV കിട്ടാൻ നമുക്കറിയാം, ഹീലിയത്തിൻ്റെ മോൾസ് അറിയണം, ഓക്സിജൻ്റെ മോൾസ് അറിയാം, നിയോണിൻ്റെ മോൾസ് അറിയാം, അവരുടെ ഒക്കെ CV അറിയാം. ഓക്കെ, അവരുടെ CV അറിയാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് CV മിക്സ് കിട്ടും. പക്ഷേ ഹീലിയത്തിൻ്റെ മോൾസ് അറിയില്ല. ഹീലിയത്തിൻ്റെ മോൾസ് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 2 moles ഓഫ് യുറേനിയം 238 ഡിക്കേനെ പറ്റി ശ്രദ്ധിക്കണം. സോ യുറേനിയം 38 ലെഡിലേക്ക് പോകുന്നുണ്ട്. എത്ര മാസ് ഡിഫറൻസ് ഉണ്ട്, 32 മാസ് ഡിഫറൻസ് ഉണ്ട്. സോ 32 മാസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു ഹീലിയത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 8 ഹീലിയം ഉണ്ടാകും. പക്ഷേ ഇവിടെ എത്ര മോൾസ് ഓഫ് യുറേനിയം 232 ഉണ്ട്, അത് 2 moles ഉണ്ട്. സോ ടോട്ടൽ 16 moles ഓഫ് ഹീലിയം ഉണ്ട് എന്ന് മനസ്സിലാവും. ഇനി ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ പഠിക്കും. സോ 16 moles ഓഫ് ഹീലിയം ഉള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. 16 moles ഓഫ് ഹീലിയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും മോൾസ് കിട്ടി. സോ NCV സമ്മേഷൻ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് Ni, അതുതന്നെയാണ് നമുക്ക് എന്ത് കിട്ടാൻ, വാല്യൂ ഓഫ് CV മിക്സ് കിട്ടാൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്, ദാറ്റ് ഈസ് തെർമോ കെമിസ്ട്രി. ഈ തെർമോ കെമിസ്ട്രി ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. തെർമോഡൈനാമിക്സിൻ്റെ വർക്ക് ഡൺ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ലോ കഴിഞ്ഞു. ഇനി തെർമോ കെമിസ്ട്രി എന്നുള്ള ഭാഗത്തിലേക്കാണ്. അപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട് 2A + 3AB എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ് വെച്ചാൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഇനി എന്താണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ? ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിലേക്ക് അങ്ങോട്ടേക്ക് സാർ എക്സാക്ട്ലി പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞാൽ
ഹീറ്റ് ആഗമൻ എന്നാണ്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് മേ ബി നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹീറ്റ് പുറത്തോട്ടേക്ക് വരും. സോ അതിൻ്റെ ഒരു ഓവറോൾ നെറ്റ് എന്നുള്ളത് അതിൻ്റെ ഒരു ചേഞ്ചാണ്, ആ ഹീറ്റ് ചേഞ്ചാണ് നമ്മൾ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഹീറ്റ് നമ്മൾ പുറത്തോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സോതെർമിക് എന്ന് പറയാൻ പറ്റും. റിയാക്ഷൻ നടക്കും പുറത്തോട്ടേക്ക് വരുന്നുണ്ട് എക്സോതെർമിക്കും. നമ്മൾ ഹീറ്റ് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം എൻഡോതെർമിക് എന്ന് വിളിക്കാം. ഓക്കെ, സോ നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻ്റെ ഒരു ഗ്രാഫ് നോക്കാം, പൊട്ടൻഷ്യൽ എനർജി വെസസ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. സോ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൻഡോതെർമിക്കിൻ്റെ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എനർജി കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിയാക്റ്റിന് ആർക്കാണ് കൊടുക്കാൻ, പ്രൊഡക്റ്റിന് വെറുതെ പോയിട്ട് എനർജി കൊടുക്കാൻ പറ്റില്ലല്ലോ. റിയാക്റ്റിന് നമ്മൾ എനർജി കൊടുക്കാൻ, പ്രൊഡക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട്, പ്രൊഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിന് എനർജി കൊടുക്കുകയാണ്. എന്ത് എനർജി കൊടുക്കുകയാണ്? നമ്മൾ ഹീറ്റ് എനർജി, എന്തെങ്കിലും എനർജി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ റിയാക്റ്റൻറ്റിന് എനർജി കുറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് എനർജി കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് റിയാക്റ്റൻറ്റ് എനർജി കുറഞ്ഞതായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ശരി, അത് കറക്റ്റാണ്. റിയാക്റ്റൻറ്റ് എനർജി കുറഞ്ഞതായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വേറൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് വെച്ചാൽ റിയാക്റ്റൻറ്റ് എനർജി കുറവാണെങ്കിൽ റിയാക്റ്റൻറ്റ് മോർ സ്റ്റേബിളറാണ് എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്റ്റേബിളർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ്? HCl ബോണ്ട് അത്യാവശ്യം സ്റ്റേബിളറാണ്. അപ്പോൾ അതിന് നമ്മൾ എനർജി കൊടുക്കുന്നു, അത് പൊട്ടിക്കുന്നു, അതാണ് പരിപാടി. സോ നമ്മളൊരു പെർട്ടിക്കുലർ എനർജി എങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കേണ്ടി വരും, സോ ദാറ്റ് ഈ പറഞ്ഞ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റിലേക്ക് എത്താൻ. അപ്പോൾ ആ ഒരു ബാരിയർ നമ്മൾ വിളിക്കുന്നതാണ് ത്രെഷോൾഡ് ബാരിയർ. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ എവിടെ പഠിക്കും? കെമിക്കൽ കൈനറ്റിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ശരി, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ആ ത്രെഷോൾഡ് ബാരിയറിൽ നിന്ന് നേരെ ഇവിടത്തേക്ക് എത്തും. അപ്പം നമുക്കൊരു മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പ്രൊഡക്റ്റിന് എനർജി കുറവായിരിക്കും. ഓക്കെ, പ്രൊഡക്റ്റ് അത്ര എനർജി സ്റ്റേബിൾ ആയിട്ടുള്ള സാധനം ആവണമെന്നില്ല. കാരണം നമ്മൾ റിയാക്റ്റിന് നല്ല രീതിയിൽ എനർജി കൊടുത്തിട്ടാണ്, റിയാക്റ്റിന് സൂപ്പറായിട്ട് എനർജി കൊടുത്തിട്ട് ആണ് നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന് എനർജി കൂടുതലാണ്. ഞാൻ പറഞ്ഞത് പ്രൊഡക്റ്റിന് എനർജി കുറവായിരിക്കും, അല്ല സോറി, കണ്ടിട്ടിന് മനസ്സിലായി. പ്രൊഡക്റ്റിന് എനർജി കൂടുതലാണ് കാരണം നമ്മൾ റിയാക്റ്റൻറ്റിന് എനർജി കൊടുത്തിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. സോ പ്രൊഡക്റ്റിന് എനർജി കൂടുതലാണ്. ഓക്കെ, ഇനി ആക്ടിവേഷൻ എനർജിയാണ്, അതൊക്കെ പഠിക്കും. പക്ഷേ ഇത് ഫോർവേഡ് ഡയറക്ഷൻ ആക്ടിവേഷൻ, ബാക്ക്വേർഡ് ഡയറക്ഷൻ ആക്ടിവേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ ഇനി ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ എനർജി ദാറ്റ് ഈസ് 100 - 20, റിയാക്റ്റൻ എനർജി ദാറ്റ് ഈസ് 80 എന്ന് പറയാൻ പറ്റും, പ്ലസ് ആണ്. സോ നമുക്ക് എൻഡോതെർമിക്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, R gives P ആണെങ്കിൽ നമ്മൾ ഇയാൾക്ക് എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ദാറ്റ് ഈസ് P - 80 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഇതും കറക്റ്റാണ്. അല്ലെങ്കിൽ RP ΔH + 80 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് എവിടെയൊക്കെ എൻഡോതെർമിക് ഉണ്ടെങ്കിൽ ഡിസോസിയേഷൻ റിയാക്ഷൻ, രണ്ട് ബോൺസ് പൊട്ടിക്കുന്ന, ഫ്യൂഷൻ റിയാക്ഷൻ, മെൽറ്റിംഗ്, വേപ്പറൈസേഷൻ, സബ്ലിമേഷൻ, ഫോട്ടോ കെമിക്കൽ, ഇതൊക്കെ എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. നമ്മൾ എനർജി കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടേക്ക് എനർജി അവർ എമിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. സോ പുറത്തോട്ടേക്ക് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്റ്റിന് അത്യാവശ്യം എനർജി ഉള്ളത് കൊണ്ടായിരിക്കും. റിയാക്റ്റിൻ്റെ എനർജി ഉണ്ട്, അയാൾ അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. സോ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് അയാളുടെ എനർജി പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യും. എനർജി അപ്പോൾ അയാൾക്ക് കുറച്ചധികം എനർജി കൂടുതലാണ് പ്രൊഡക്റ്റിനേക്കാളും. സോ അങ്ങനെ എനർജി എമിറ്റ് ചെയ്ത് അയാൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. സോ അയാളുടെ പ്രൊഡക്റ്റിന് എനർജി മെല്ലെ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റിന് എനർജി ഡൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് -80 എന്ന് കിട്ടും. പ്രൊഡക്റ്റിൻ്റെ എനർജി മൈനസ് റിയാക്റ്റൻ്റ് എനർജി. പിന്നെ EA ബാക്ക്വേർഡ് -EA ഫോർവേഡ് എഴുതി കഴിഞ്ഞാലും, EA ഫോർവേഡ് -EA ബാക്ക്വേർഡ് എഴുതി കഴിഞ്ഞാലും നമുക്ക് ഹീറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടെത്താൻ പറ്റുന്ന ഇതുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതെങ്ങനെ എഴുതാൻ? R പ്രൊഡക്റ്റിലേക്ക് മാറുന്നുണ്ടെങ്കിൽ റിയാക്റ്റൻ്റ് എന്താവും? കുറച്ച് എനർജി എമിറ്റ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ആവുന്നത്. സോ R മൈനസ് ഇങ്ങനെയല്ല എഴുതേണ്ടത്, -80 എന്ന രീതിയിൽ എഴുതാം. റൈറ്റ് സൈഡിലേക്ക് പ്ലസ് എന്ന രീതിയിൽ എഴുതാം. എനിവേസ് എങ്ങനെയെങ്കിലും എഴുതാം. എന്താണ് ΔH -80 എന്ന് എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഉത്തമമായ രീതി. സോ കമ്പഷൻ റിയാക്ഷൻ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, റെസ്പിറേഷൻ റിയാക്ഷൻ, ബോണ്ട് ഫോർമേഷൻ. ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് പുറത്തോട്ടേക്ക് എനർജി നല്ല രീതിയിൽ അവർ പുറത്തോട്ടേക്ക് എനർജി കൊടുക്കും. കാരണം വെച്ചാൽ ഒരു ബോണ്ട് ഫോർമേഷൻ ചെയ്യുന്നു. ഓക്കെ, അവിടെ റിയാക്റ്റൻ്റ് ആരാണ്? ബോണ്ട് ഫോം ചെയ്യാത്ത രണ്ട് അയൺസ് ആണെങ്കിൽ വയ്ക്കും, രണ്ട് അയൺസ് H+ഉം Cl- വിചാരിച്ചോ, റിയാക്റ്റൻസ്. ശരി, അവർ രണ്ടാളും ഒരുമിച്ച് അപ്പോൾ അവർക്ക് രണ്ടാക്കും റിയാക്റ്റൻസ് അത്ര എന്താണ് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ് അവർ ബോണ്ട് ഫോം ചെയ്യാൻ വരുന്നത്. ദാറ്റ് മീൻസ് സ്റ്റേബിൾ അല്ല മീൻസ് അവർക്ക് രണ്ടാക്കും എനർജി കൂടുതലാണ്. കണക്ക് പ്രകാരം എനർജി കൂടുതൽ തന്നെയാണ്. ഇവർ രണ്ടാളും ബോണ്ട് ഫോം ചെയ്ത് പുറത്തോട്ടേക്ക് എനർജി ഉൾപ്പെടുന്നു. ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ HCl ആണ്. അയാൾക്ക് എനർജി കുറവായിരിക്കും, കറക്റ്റ് എനർജി കുറവാണ് പ്രൊഡക്റ്റിന്. അതാണ് നടക്കുന്നത്. ഇനി പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. ഹീറ്റ് റിയാക്ഷൻ ഫോർമേഷൻ പ്രോസസ്സാണ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയും. കമ്പഷൻ പ്രോസസ്സാണ് ഹീറ്റ് ഓഫ് കമ്പഷൻ എന്ന് പറയും. ഓരോന്നിനും ഓരോ പേര്, ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന രീതിയിലൊക്കെ പേരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഹീറ്റ് റിയാക്ഷൻ കണ്ടെത്തേണ്ട ഒരു ബേസിക് മെത്തേഡ്, ഒരു റിയാക്ഷൻ തന്നിട്ട് ഹീറ്റ് റിയാക്ഷൻ കണ്ടെത്തേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ
പ്രൊഡക്റ്റിൻ്റെ നമുക്ക് ഇതുപോലെ ഗ്രാഫിൽ തരും. പക്ഷേ ഒരു റിയാക്റ്റൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ സമ്മേഷൻ ഓഫ് കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലേ. കുറേ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ സമ്മേഷൻ ഓഫ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓക്കെ മൈനസ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിവേസ് അപ്പോൾ ഹീറ്റ് ഓഫ് ഫോർമേഷൻ റിയാക്ഷൻ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. വാട്ട് ഈസ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ സാർ? കാരണം അത് നമ്മളിപ്പോൾ ഹീറ്റ് ഓഫ് റിയാക്ഷനെ പഠിച്ചിട്ടുള്ളൂ. സോ ജനറൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടെത്തുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ദി പ്രൊഡക്ട്സ് മൈനസ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ദി റിയാക്റ്റൻ്റ് എന്നുള്ളതാണ്. ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് എന്താ HCl. ഓക്കെ, HCl എന്തൊക്കെയാണ്? H2 ഉണ്ട്. അവർ എലമെൻ്റൽ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടാക്കണം. സോ H2 ഗ്യാസ് സ്റ്റേറ്റിലും Cl എന്ത് സ്റ്റേറ്റിലായിരിക്കും? അതും ഗ്യാസ് സ്റ്റേറ്റിൽ. ഓക്കെ, ഹാഫ് 1 മോൾ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എപ്പോഴൊക്കെ ഡിഫൈൻഡ് ആവുന്നത് ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് അതിൻ്റെ എലമെൻ്റൽ സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ നേച്ചറിൽ എങ്ങനെയാണോ കാണപ്പെടുന്നത് ആ സ്റ്റേറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതേപോലെ ഒറ്റൊരു മോൾ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ റിയാക്ഷൻ ഉണ്ടല്ലോ, അതാണ് ഈ റിയാക്ഷൻ. എലമെൻ്റൽ സ്റ്റേറ്റിൽ ഉണ്ടാവുന്നു, 1 മോൾ മാത്രമേ ഉണ്ടാവുന്നു. ആ റിയാക്ഷൻ്റെ ΔH. അപ്പോൾ ആ റിയാക്ഷൻ്റെ ΔH എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ റിയാക്ഷനിൽ ഉണ്ടാവുന്ന ഹീറ്റിൻ്റെ ചേഞ്ചോ അല്ലെങ്കിൽ ഹീറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ എന്താണ് എത്രത്തോളം ഹീറ്റിന് ആവശ്യമുണ്ടോ അതിനാണ് നമ്മൾ വിളിക്കുന്നത് ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമുക്കൊക്കെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ΔH എന്ന് വെച്ചാൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് -44 കാലറി എന്ന് കിട്ടുന്നത്. പക്ഷേ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ -44 ആണ്. അല്ല, കാരണം 2 മോൾസ് ഉണ്ട്. 2 മോൾസിന് -44 ആണ്. 1 മോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ദാറ്റ് ഈസ് -44 അല്ല -22 കാലറി ആണെന്ന് പറയാൻ പറ്റും. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ റിപ്രസെൻറ്റ്സ് ΔHF ഓഫ് ദി കോമ്പൗണ്ട്? ഇത് എന്താ റെപ്രസെൻറ്റ്? എലമെൻ്റൽ സ്റ്റേറ്റ് അല്ല, കാർബൺ എലമെൻ്റ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് ആണ്. സോ അത് കൂട്ടത്തില്ല. സോ ദിസ് ഇസ് റോങ്. ഇത് H2Br2 ഇതും തെറ്റാണ്. എന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ Br-ൻ്റെ എലമെൻ്റൽ സ്റ്റേറ്റ് ലിക്വിഡാണ്, ഗ്യാസിലാണ്. കാരണം അതും തെറ്റി. ഇത് ഗ്രാഫൈറ്റ് കറക്റ്റ്, O2 കറക്റ്റ്, CO2 കറക്റ്റ്, അല്ലെങ്കിൽ ഗ്യാസ് കറക്റ്റ് 1 മോളാണ്. അപ്പോൾ ഇത് എന്താണ്? ഹീറ്റ് ഓഫ് ഫോർമേഷൻ റിയാക്ഷന് കറക്റ്റായിട്ട് വരുന്നുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ റിപ്രസെൻറ്റ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ? ഇനി ഇതും ഹീറ്റ് ഓഫ് ഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോന്നിൻ്റെ എലമെൻ്റൽ സ്റ്റേറ്റിൽ ഹൈഡ്രജൻ ഗ്യാസ് ഈ രീതിയിൽ ഈ കുറച്ച് ഓർമ്മിക്കേണ്ടത് വെച്ചാൽ സൾഫർ റോംബിക്കാണ്, ഫോസ്ഫറസ് ബ്ലാക്കിലാണ്, സോഡിയം സോളിഡാണ്, അയൺ സോളിഡാണ്, അലുമിനിയം സോളിഡാണെന്ന കാര്യം അറിയാം. പിന്നെ അയഡിനും സോളിഡാണെന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ എലമെൻ്റൽ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ഉള്ള എന്ത് 0 ആണ്? ΔHFൻ്റെ വാല്യൂ 0 എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എലമെൻ്റൽ സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ ഇത്ര നേരം പറഞ്ഞ ആൾക്കാരുടെ എലമെൻ്റൽ സ്റ്റേറ്റ്. അപ്പോൾ ഇവരുടെ ഒക്കെ എന്താണ്? ΔHF എന്ന് പറഞ്ഞാൽ അവരുടെ ഫോർമേഷൻ. കാരണം അവർ ഓൾറെഡി എലമെൻ്റിൽ നേച്ചറിലുണ്ട്. അവരുടെ ഫോർമേഷൻ എനർജി അത് 0 ആയിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് നോക്കാം. U380ൻ്റെ ശരി. അപ്പോൾ ഈ ചങ്ങാതിൻ്റെ ΔHF നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേസ് നമുക്ക് ΔHF ഫോർ ദി റിയാക്ഷൻ ആണ്. ഈ പറഞ്ഞ റിയാക്ഷൻ ΔH ആണ് നടത്താൻ പറയുന്നത്. സോ നമുക്കറിയാം പ്രൊഡക്റ്റിൻ്റെ ΔH ദാറ്റ് ഈസ് U380 അതിൻ്റെ വാല്യൂ വരെ -853.5 kJ മൈനസ് റിയാക്റ്റൻ്റെ ഇത്. സോ 3 ഇൻറ്റു നമുക്ക് അറിഞ്ഞൂടാ. ΔH ഓഫ് ദ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ ഇയാളുടെ ഇതാണ് ΔHF ആണ് എടുത്താൻ പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇയാളുടെ എന്താ ഹീറ്റ് ഓഫ് ഫോർമേഷൻ മൈനസ് ഇയാളുടെ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഇസ് ഈക്വൽ ടു ΔH ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ. സോ O2യുടെ ΔHF എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 ആണ്. സോ അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇയാൾ മാത്രമേ എടുത്തുള്ളൂ. സോ ഇയാളുടെ വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. ഓക്കെ.